PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുവരെ നമ്മൾ 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്ക്, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങൾ ടോപ്പിക് വൈസായിട്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. രാത്രി 10:30 കറണ്ട് അഫയേഴ്സ്, അതും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവായിട്ടുള്ള സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി 10:30 നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സ് കേട്ടോ, എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇനി വരുന്ന LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. തുടക്കം മുതൽ നിങ്ങൾ കണ്ടുവരണം. ഇന്ന് ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ Day 1, Day 2 എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ടെലിഗ്രാമിൽ PDF നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ നൽകുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ അധികം ഭേദഗതികൾ പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഒരുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഭേദഗതി എന്ന് പറയുന്നത്? എന്താണ് ഭേദഗതി? അതായത് ഭരണഘടനാ വകുപ്പുകളിൽ നമ്മൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുക, നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ റദ്ദാക്കുക, ഇതിനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക, പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക, നിലവിലുള്ളതിനെ റദ്ദാക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 20 ആണ് കേട്ടോ. ഭാഗം 20ലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ, PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368ലാണ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് 20 ഉണ്ടല്ലോ, ഭാഗം 20, അതിൽ ആകെ ഒരേ ഒരു ആർട്ടിക്കിളെ പഠിക്കാനുള്ളൂ നമുക്ക്, 368 മാത്രം. അപ്പോൾ ഭാഗം 20ൽ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. ഏതാണ്? 368 ആണ്. ഈ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഇനി ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാ? ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്, പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഈ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് 3 രീതികളുണ്ട്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലെ ആദ്യത്തെ രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യത്തേതാണ് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം എന്ന് പറയും. സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം. ദെൻ രണ്ടാമത്തേത് സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം. മലയാളത്തിലാണ് നമുക്ക് പരീക്ഷ, സോ മലയാളം ടേംസ് ഒക്കെ പഠിച്ചു വെക്കാം. സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ എന്താണ്? 3ൽ 2 ഭാഗം ഭൂരിപക്ഷം വേണം എന്നതാണ് അർത്ഥം. ഓക്കെ, 2/3. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രത്യേക ഭൂരിപക്ഷം. ഈ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ കൂടെ എന്തും കൂടെ വേണം?
പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. ഓക്കെ, 50% എബവ്, 50%-ലധികം, പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാൻ കഴിയുന്നത്. അപ്പൊ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതിയുണ്ട്. അതുപോലെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടെ അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി 50%-ലധികം അല്ലെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ലഭിച്ചുകൊണ്ട് പാസ്സാക്കാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് പറയുക. ഇത് PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതിനെ അയവുള്ളതും കർക്കശ സ്വഭാവമുള്ളവയാണെന്നാണ് പറയുക. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുള്ളവയാണ്? അയവുള്ളവ എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിൾ. അതുപോലെ തന്നെ കർക്കശ സ്വഭാവമുള്ളവ, അതായത് റിജിഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. എന്താണ്? അയവുള്ളവയും കർക്കശ സ്വഭാവമുള്ളവയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. കേവല ഭൂരിപക്ഷം മതി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് കേവല ഭൂരിപക്ഷം മതി, വളരെ കുറച്ച് ഭൂരിപക്ഷം മതി. എന്നാൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്? അത്രയും പെട്ടെന്നുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, അല്ലെ? പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ വേണം. അപ്പൊ ചിലത് മാറ്റം വരുത്താൻ ഈസിയാണ്, ചിലത് മാറ്റം വരുത്താൻ കുറച്ച് പാടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിലത് ഫ്ലെക്സിബിൾ ആണ് എന്നും ചിലത് റിജിഡ് ആണ് എന്ന് പറയുന്നത്. ചിലത് അയവുള്ളവയാണ്, ചിലത് കർക്കശ സ്വഭാവമുള്ളവയാണ് എന്ന് നമുക്ക് പറയാം. ഇനി പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് 42ാം ഭേദഗതിയിലോട്ടൊക്കെ കടക്കാം കേട്ടോ. അപ്പൊ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതി ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. കേവല ഭൂരിപക്ഷം, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതികൾ. ഒന്നാമത്, പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, അതുപോലെ തന്നെ രൂപീകരണം, പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, രൂപീകരണം എന്നിവ കേവല ഭൂരിപക്ഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശം, അതിർത്തി, അതുപോലെ അവയുടെ പേര്, ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നതും എന്ത് മതി? കേവല ഭൂരിപക്ഷം മതിയാവുന്നൊരു കേസാണ്. ഓക്കെ, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളിലോ അതിർത്തികളിലോ പേരിലോ ഒക്കെ മാറ്റം വരുത്തണമെങ്കിലും എന്തു മതി? കേവല ഭൂരിപക്ഷം, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. അതേപോലെ തന്നെ രാഷ്ട്രപതി, അതുപോലെ ഗവർണർമാർ, അതുപോലെ തന്നെ സ്പീക്കർ, ദെൻ ജഡ്ജിമാർ, ഇവരുടെ എല്ലാം ശമ്പളം, അതുപോലെ തന്നെ അലവൻസ്, അവരുടെ പ്രത്യേക അവകാശങ്ങൾ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് പാർലമെന്റിന്റെ എന്തു മതി? കേവല ഭൂരിപക്ഷം മതി. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സ്പീക്കർമാരുടെയും ജഡ്ജിമാരുടെയും എല്ലാം ശമ്പളം, അലവൻസുകൾ, പ്രത്യേക അവകാശങ്ങൾ, ഇതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ക്വോറം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ കേവല ഭൂരിപക്ഷം വേണ്ട കാര്യമാണ്. പാർലമെന്റിന്റെ ക്വോറം മാത്രമല്ല, ശമ്പളം, അതുപോലെ തന്നെ അലവൻസ്, പാർലമെന്റിന്റെ ക്വോറം, ശമ്പളം, അലവൻസ് എന്നിവയെല്ലാം തീരുമാനിക്കുന്നതും കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ്. എന്താണ് ഈ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളൊരു യോഗം ചേരുമ്പോൾ, അല്ലെ, നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട് യോഗം ചേരുമ്പോൾ അവിടെ മിനിമം ഇത്ര ആളുകൾ വേണം എന്നുണ്ട്, അല്ലെ? അവയുടെ ഒരു എണ്ണമുണ്ട്, ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് യോഗം ചേരാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ആ ഒരു എണ്ണത്തെയാണ്, അംഗങ്ങളുടെ ബലത്തെയാണ് നമ്മൾ ക്വാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർലമെന്റിന്റെ ക്വാറം, അതുപോലെ തന്നെ ശമ്പളം, അലവൻസ്, ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാനും എന്ത് മതി? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. അതേപോലെ തന്നെയാണ് പാർലമെന്റിന്റെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ കേട്ടോ. പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ, അതിനും കേവല ഭൂരിപക്ഷം മതിയാവും.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും. പൗരത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? പൗരത്വം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഇതും എന്താ, കേവല ഭൂരിപക്ഷം മതിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് അതും എന്ത് തന്നെയാണ്, കേവല ഭൂരിപക്ഷത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഇതെല്ലാം കേവല ഭൂരിപക്ഷം വേണ്ട കാര്യങ്ങളാണ്. അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങളും എന്താ, കേവല ഭൂരിപക്ഷത്തോടു കൂടി വേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേവല ഭൂരിപക്ഷം മതിയാവുന്ന കേസുകളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശം അതിർത്തി എന്നിവയിലുള്ള മാറ്റം, ദെൻ രാഷ്ട്രപതി, ഗവർണർമാർ, സ്പീക്കർമാർ, ജഡ്ജിമാർ എന്നിവരുടെ ശമ്പളം, അലവൻസ്, പ്രത്യേക അവകാശങ്ങൾ, പാർലമെന്റിന്റെ ക്വാറം, ശമ്പളം, അലവൻസ്, പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ, സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുക, പൗരത്വം ഏറ്റെടുക്കുക, അവസാനിപ്പിക്കുക, പിന്നെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. ഇനി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നത്, പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് പോയിന്റ് ആണ്. ഒന്ന്, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും എന്തു വേണം, പ്രത്യേക ഭൂരിപക്ഷം വേണം. പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ മൗലിക അവകാശം, നിർദ്ദേശക തത്വങ്ങൾ, ഇതിൽ രണ്ടിലും നമുക്ക് പ്രത്യേക ഭൂരിപക്ഷം, പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ, എന്താ, ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടെ എന്ത് വേണം, പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം അല്ലെ? പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം. അപ്പൊ അതില് പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് എന്ത് വേണം, ഇതേപോലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതേപോലെ കേന്ദ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് അധികാര പരിധി നിശ്ചയിക്കാനായിട്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ പരിധി നിശ്ചയിക്കുന്നതിനും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ വേണം. പിന്നെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനം. യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനത്തിനും എന്തു വേണം, പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണം. അതുപോലെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം, സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളിലോട്ട് കടക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി എന്ന് പറയുന്നത് നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42ാം ഭേദഗതിയാണ്. ഈ 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? ഇന്ദിരാഗാന്ധി ആയിരുന്നു 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു.
അപ്പോൾ 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷനായ 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ എന്ത് വരുന്നത്? 42ാം ഭേദഗതി 1975 എന്താ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അല്ലെ. അപ്പൊ 1976 ഏതാ വർഷം? 1976 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. അപ്പൊ ഈ 42ാം ഭേദഗതിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി PSC സ്ഥിരം ചോദിക്കുന്നതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. എന്താ കമ്മിറ്റിയുടെ പേര്? സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 42ാം ഭേദഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയ്ക്ക് എപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. 42ാം ഭേദഗതിയിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി. ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത്? 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ആമുഖം ഭരണഘടന ചെയ്ത് നമ്മൾ ഭേദഗതി ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആമുഖം നമ്മൾ പഠിച്ചായിരുന്നു. ഭരണഘടനയുടെ ആമുഖം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42ാം ഭേദഗതിയിലൂടെ ഒരേ ഒരു തവണ മാത്രമേ നമ്മൾ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തിയത് 42ാം ഭേദഗതിയിലൂടെ എന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആമുഖത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നതിനു പകരം എന്താക്കി മാറ്റി? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കിയിട്ട് മാറ്റി അല്ലെ. അപ്പൊ അവിടെ നമ്മൾ 3 വാക്കുകൾ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണ്? ഈ മതേതരത്വം എന്നുള്ളത് മാത്രമല്ലാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ കൂടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഒന്ന് സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. മതേതരത്വം. മതേതരത്വം അഥവാ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. 3 അഖണ്ഡത. അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1976. എന്നാൽ അത് നിലവിൽ വന്നതെന്ന് എന്നും പറഞ്ഞ് എടുത്തു ചോദിക്കുകയാണെങ്കിൽ 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ 2 ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ് ആ 2 ഭാഗങ്ങൾ? 42ാം ഭേദഗതിയിലൂടെ 2 ഭാഗങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്തു. ഒന്നാമത്തേത് ഭാഗം 4A. ഭാഗം 4A ആണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. അപ്പൊ 4A എന്ന് പറയുന്നത് എന്താ? അതായത് മൗലിക കടമകൾ അല്ലെ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഗം 4A-യിലൂടെ 10 മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇപ്പൊ നിലവിൽ 11 ഉണ്ട്. അത് ഏത് ഭേദഗതിയിലൂടെ 11ാമത് കൂട്ടിച്ചേർത്തു? ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഭാഗം 4A-യിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. അത് നമുക്ക് അറിയുന്നതാ. ഇനി രണ്ടാമത്തെ ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം
14A എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമായ ഭാഗം 14A കൂട്ടിച്ചേർത്തു. ഈ ഭാഗം 14Aയില് 2 ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 323A, ആർട്ടിക്കിൾ 323Aയും ആർട്ടിക്കിൾ 323Bയും വരുന്നുണ്ട് രണ്ടാമതായിട്ട്. ഓക്കെ, ഇപ്പൊ 2 ആർട്ടിക്കിളാണ് വരുന്നത് ഭാഗം 14Aയില്. ആർട്ടിക്കിൾ 323Aയും ആർട്ടിക്കിൾ 323Bയും, ഇങ്ങനെ 2 ആർട്ടിക്കിളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിൽ 323A എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 323A പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 323A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണലിനെ കുറിച്ചാണ് 323B പ്രതിപാദിക്കുന്നത്. അപ്പോൾ 323A എന്ന് പറയുന്നത് A ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, 323B എന്ന് പറയുന്നത് ബാക്കി ട്രൈബ്യൂണൽ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. B ഫോർ ബാക്കി ട്രൈബ്യൂണൽ, മറ്റ് ആവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നികുതി, അതുപോലെ ഭൂപരിഷ്കരണം, ഓക്കെ, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് 323Bയിൽ നമ്മൾ പറയുന്നത്. ഇനി ഈ പറയുന്ന 42ാം ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ളത് പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഒന്നാമത്തെ പോയിന്റ്, ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. എന്തിൻ്റെയൊക്കെയാണ്? ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. അപ്പൊ ഇപ്പൊ നിലവിൽ 6 അല്ലല്ലോ, 5 അല്ലേ? അതെങ്ങനെ സംഭവിച്ചു? അടുത്ത് നമ്മളൊരു ഭേദഗതി പഠിക്കുന്നുണ്ട്, 44ാം ഭേദഗതി. അപ്പൊ ആ 44ാം ഭേദഗതിയിലൂടെ ഇത് വീണ്ടും തിരിച്ച് 6ൽ നിന്നും 5 കുറയ്ക്കുന്നുണ്ട്. അത് നമ്മൾ 44ാം ഭേദഗതിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 42ാം ഭേദഗതിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. ഓക്കെ, പിന്നെ അടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഈ 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മൾ ലിസ്റ്റുകൾ എന്നുള്ള കഥയിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് ചില വിഷയങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങൾ മാറ്റി 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങളാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ ആ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ 5 വിഷയങ്ങൾ: 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്ക സമ്പ്രദായം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി ഈ 42ാം ഭേദഗതിയിലൂടെ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 42ാം ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ ഒരു പട്ടികയുണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏഴാം പട്ടികയാണ്. നിങ്ങളിപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെച്ചേക്കൂ, കാരണം പട്ടികകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വിശദമായിട്ട് ഇത് എന്താണെന്നുള്ളത് പറയാം. അപ്പം 42ാം ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ പട്ടിക ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഏഴാം പട്ടികയാണ്, ഏഴാം പട്ടിക. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത എന്താണ് അനുച്ഛേദങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങളിൽ 3 അനുച്ഛേദങ്ങൾ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ 3 അനുച്ഛേദം കൂട്ടിച്ചേർത്തു. അത് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ. ഏതൊക്കെയാ? 39A നമ്മൾ പഠിച്ചു. എന്താണ്? തുല്യനീതി, സൗജന്യ നിയമസഹായം, അല്ലേ? തുല്യനീതി, സൗജന്യ നിയമസഹായം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 39A കൂട്ടിച്ചേർത്തതാണ്. ദെൻ 43A എന്താ? വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന 43A കൂട്ടിച്ചേർത്തു. ദെൻ 48A കൂട്ടിച്ചേർത്തു. എന്താ 48A? പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ, വനങ്ങളും വന്യജീവികളും എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ 39A, 43A, 48A എന്നിങ്ങനെ 3 ആർട്ടിക്കിൾസ് ആണ് നിർദ്ദേശക തത്വങ്ങളിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. വർഷം 1976. ഓക്കെ, ഇനി ഇവിടെ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നുള്ളതിൽ നിന്നും 1 വർഷമാക്കിയിട്ട് വർദ്ധിപ്പിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് എത്ര നീക്കിവെക്കാം എന്നുള്ളതാണ്. 6 മാസം എന്നുള്ളത് 1 വർഷം ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അതും കൂടെ ഈ 42ാം ഭേദഗതിയിലൂടെയാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നത്, 1 വർഷമാക്കിയിട്ട് മാറ്റിയത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം അധികാരങ്ങൾ, റിട്ട് അധികാരം, ജുഡീഷ്യൽ റിവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച ഒരു ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭേദഗതി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 42ാം ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 42ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഭേദഗതികളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭേദഗതികളും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഭേദഗതി 42ാം ഭേദഗതി എന്ന് പറയുന്ന ഭാഗം ക്ലീൻ ആയിട്ട് പഠിക്കുക. ഭേദഗതിയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതും വൃത്തിയായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ബാക്കിയുള്ള ഭേദഗതികൾ വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അഡീഷണൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ PDF ആയിട്ട് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാം പോളും നമ്മൾ ടെലിഗ്രാമിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ജോയിൻ ചെയ്യുക. അപ്പോൾ ആരും മറക്കരുത്, നമുക്ക് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് കൂടാതെ 3 മണിക്കുണ്ട്, രാത്രി 8 മണിക്കുണ്ട്. ഇന്ന് മുതൽ രാത്രി 10:30 നമ്മുടെ സ്പെഷ്യൽ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ലൈവാണ് ഞാൻ തരുന്നത്. 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട്, 10:30 കറണ്ട് അഫയേഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് ലൈവായിട്ട്. ഓക്കെ, അപ്പം മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്